കോഴിക്കോട് വടകരയിൽ MDMA ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപികമാർ മയക്കുമരുന്ന് മാഫിയയിലെ കണ്ണുകളുമായി ബന്ധപ്പെട്ടത് ഇൻസ്റ്റഗ്രാമിലൂടെ. ലഹരി വിൽപ്പനയ്ക്കായി അധ്യാപകർ വലിയ തുക കമ്മീഷൻ ലഭിച്ചതായി പ്രതികൾ മൊഴി നൽകി. MDMA ഇടപാടുകാർ കീർത്തനയുടെയും കാവ്യയുടെയും അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം ഇവർ സ്വന്തം ആവശ്യത്തിനും ചെലവഴിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അധ്യാപകരായിരുന്ന കീർത്തനയും കാവ്യയും മയക്കുമരുന്ന് മാഫിയയെ ബന്ധപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴിയാണെന്ന് പ്രതികളുടെ മൊഴി. ലഹരി മാഫിയയിലെ ആളുകളാണെന്ന് അറിഞ്ഞു തന്നെയാണ് ഇവർ ബന്ധം സ്ഥാപിച്ചതെന്നാണ് വിവരം. തുടക്കത്തിൽ രണ്ടുപേർക്കും ഉപയോഗിക്കാൻ ഇവർ വഴി MDMA വാങ്ങിയതായും പിന്നീട് അധ്യാപകരാണെന്ന് മനസ്സിലാക്കിയ ഇവരെ ഇടനിലക്കാരാക്കി ലഹരി വിൽപ്പന നടത്തുകയുമായിരുന്നുവെന്നാണ് മറ്റു പ്രതികൾ മൊഴി നൽകിയത്. ലഹരി വിൽപ്പനയ്ക്ക് ഇവർക്ക് കമ്മീഷൻ ലഭിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 50,000 രൂപയ്ക്ക് 3,000 രൂപയാണ് കമ്മീഷൻ എന്നാണ് ഇവർ നൽകിയ മൊഴിയിലെങ്കിലും ഇത് അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. MDMA ഇടപാടുകാർ കീർത്തനയുടെയും കാവ്യയുടെയും അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം ഇവർ സ്വന്തം ആവശ്യത്തിന് ചെലവഴിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇരുവരുടെയും ലഹരി ഇടപാടുകളെക്കുറിച്ചും കേസിൽ മറ്റാർക്കൊക്കെ പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചും SIT അന്വേഷിക്കും. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. 5 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. ന്യൂസ് മലയാളം, കോഴിക്കോട്.